ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജീവനുള്ള വാക്കുകളാണ് ബൈബിൾ. ആ ബൈബിൾ കഴിഞ്ഞ 12 വർഷമായി പകർത്തി എഴുതുക എന്ന മഹനീയമായൊരു കർമ്മത്തിലൂടെയാണ് ഇരിഞ്ഞാലക്കുട രൂപതയുടെ കീഴിലുള്ള പൊയ്യ ഇടവകാംഗമായ വർഗീസ് പഞ്ഞിക്കാരൻ എന്ന 92 വയസ്സുകാരൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനോടകം തന്നെ അദ്ദേഹം 5 സമ്പൂർണ്ണ ബൈബിളുകൾ എഴുതി പൂർത്തീകരിച്ചു. ഇപ്പോൾ ഇംഗ്ലീഷിലുള്ള ഒരു ബൈബിൾ കൈയെഴുത്തിൻ്റെ രചനയിലാണ് അദ്ദേഹം. അദ്ദേഹത്തിന് 5 മക്കളാണുള്ളത്. അതിൽ മൂത്ത 4 ആൺമക്കളിൽ 4-ാമൻ ഒരു കപ്പൂച്ചിൻ പുരോഹിതനാണ്. ഒരു മകളുമുണ്ട്. ഈ അടുത്ത കാലത്ത് തൻ്റെ സഹധർമ്മിണി അദ്ദേഹത്തെ വിട്ടുപിരിഞ്ഞു പോയെങ്കിലും അതിൻ്റെ വിരഹവേദനയും ശാരീരിക അസ്വസ്ഥതകളും എല്ലാത്തിനെയും കവച്ചു വെച്ചുകൊണ്ട് അദ്ദേഹം ദൈവത്തിൻ്റെ രാജ്യം ലോകം മുഴുവൻ അറിയിക്കുക എന്നൊരു ദൗത്യവുമായി തന്നാൽ കഴിയുന്ന കൃത്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇംഗ്ലീഷ് ഭാഷയിലുള്ള ബൈബിൾ കൈയെഴുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. ഫിലിപ്പിനെ ഈ ബൈബിള് ഇങ്ങനെ പകർത്തി എഴുതാനായിട്ട് പ്രചോദിപ്പിച്ച കാര്യങ്ങൾ, ഇത് എഴുതിക്കൊണ്ട് പോകുന്ന സമയത്ത് ഉണ്ടാകാവുന്ന ആത്മസംഘർഷങ്ങളുണ്ട്, സംതൃപ്തികളും നിർവൃതികളും ഉണ്ട്, ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെയും അതിജീവിച്ചുകൊണ്ട് ഈ ബൈബിൾ പകർത്തി എഴുതാനായിട്ട് സാധിക്കുന്നു. അത് പുതുതലമുറയോട് ഏത് രീതിയിലാണ് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്? എന്താണ് പുതുതലമുറയോട് പറയാനുള്ളത്? ലൂക്കായുടെ സുവിശേഷം അധ്യായം 6 31-ാം വാക്യം ആണ് എനിക്ക് ഏറ്റവും, അതൊരു സുവർണ വാക്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ആ വാക്യം അനുസരിച്ച് ജീവിക്കാൻ സാധിച്ചാൽ അതായിരിക്കും മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം. ഏകദേശം 12 കൊല്ലങ്ങൾക്ക് മുമ്പ് ഫിയാത്ത് മിഷൻ്റെ ഒരു മാസികയിൽ നിന്നാണ് സ്ക്രിപ്ചൂര എന്ന പ്രോഗ്രാമിനെ പറ്റി മനസ്സിലാക്കുന്നത്. അതനുസരിച്ച് ഞാൻ ബൈബിൾ പകർത്തി എഴുതാൻ തുടങ്ങി. അങ്ങനെ അത് എഴുതി കഴിഞ്ഞപ്പോൾ എനിക്കൊരു സംതൃപ്തി തോന്നി, വീണ്ടും എഴുതണമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ സമ്പൂർണ്ണ ബൈബിൾ എഴുതണം എന്ന് ഒരാഗ്രഹം തോന്നി. അങ്ങനെ എഴുതി. അത് രണ്ടും കഴിഞ്ഞപ്പോൾ വീണ്ടും ഇത് തുടർന്നുകൊണ്ടേയിരിക്കണം എന്നെനിക്ക് ഒരാഗ്രഹമുണ്ടായി. അതനുസരിച്ച് ഞാനിപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് 5 പ്രാവശ്യം സമ്പൂർണ്ണ ബൈബിളും 3 പ്രാവശ്യം പുതിയ നിയമം മാത്രവും ആയിട്ട് എഴുതി തീർത്തതിന് ശേഷം ഇപ്പോൾ RSV എഡിഷൻ ഇംഗ്ലീഷ് ബൈബിളാണ് ഇപ്പം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇത് എനിക്ക് ഇപ്പോൾ തോന്നിക്കണ് ഞാൻ ജോലിയിലൊക്കെ ഉണ്ടായിരുന്ന കാലത്തെ തുടങ്ങേണ്ടതായിരുന്നു എന്ന്. അതെനിക്ക് സാധിച്ചില്ല. ഞാൻ അതിനെപ്പറ്റി അത്ര ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. 80 വയസ്സോളം പ്രായമുള്ളപ്പോഴാണ് ഞാൻ വീണ്ടും ഈ പ്രവർത്തനം തുടങ്ങിയത്. അത് കണ്ട് എൻ്റെ മകള്, എൻ്റെ മരുമകള് ഇവരൊക്കെ ഇത് എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. അവരും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മകൾ 4 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. ഇത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പല ബുദ്ധിമുട്ടുകളും ശാരീരികമായിട്ടൊക്കെ എനിക്കുണ്ടെങ്കിലും അതിനെയൊക്കെ മറികടന്ന് സന്തോഷപ്രദമായിട്ട് ഇത് തനിച്ചിരുന്ന് എഴുതുകയാണെങ്കിൽ എനിക്ക് അതിനൊരു പ്രത്യേക സംതൃപ്തിയും ഒരു സന്തോഷമൊക്കെ തോന്നിക്കാറുണ്ട്. അത് എല്ലാവരും ഇത് എഴുതുന്നത് അവർക്കും ലോകത്തിനും ഒക്കെ നന്നായിരിക്കും. അത് ആണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ പേര് പീറ്റർ പഞ്ഞിക്കാരൻ. ഞാൻ സെൻറ്റ് തോമസ് കപ്പുച്ചിൻ പ്രോവിൻസിൻ്റെ അംഗമാണ്. ഞാനിപ്പോൾ തൃശ്ശൂർ കാൽവരി ആശ്രമം പൂത്തോൾ എന്ന ആശ്രമത്തിൽ ഏകം ദമ്പതി ദർശനം എന്ന് പറയുന്നതിൻ്റെ ഫൗണ്ടറും ഡയറക്ടറായിട്ടും വർക്ക് ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഇന്ന് ഞാൻ വളരെ സന്തോഷവും ആനന്ദവും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. എൻ്റെ അപ്പൻ്റെ ഏറ്റവും വലിയ മഹത്തായ ഒരു കൃത്യം എന്ന് പറയുന്നത് 5 പ്രാവശ്യം മലയാളത്തിൽ സമ്പൂർണ്ണ ബൈബിൾ എഴുതുവാൻ ഇടയാക്കിയ ആ വലിയൊരു സംഭവം മനസ്സിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഇന്ന് ഞാൻ കപ്പൂച്ചിൻ അച്ഛനായിരിക്കുന്നത് തന്നെ ഈ ഫ്രാൻസിസ്കൻ ശൈലിയിലേക്ക് വന്നത് തന്നെ എൻ്റെ മാതാപിതാക്കൾ കാരണം കൊണ്ട് തന്നെയാണെന്നും എനിക്ക് പറയുവാൻ സാധിക്കും. അവരുടെ
വളരെ കൃത്യപരമായ പ്രാർത്ഥനകളും അതോടൊപ്പം തന്നെ പള്ളികളിലേക്കുള്ള അവരുടെ കുർബാനയ്ക്ക് വേണ്ടിയുള്ള പോക്കും വരവും എല്ലാം എന്നെ വളരെയധികം പ്രചോദനാത്മകം ആക്കിയിട്ടുണ്ട് എന്നതിൽ യാതൊരു തർക്കവുമില്ല. നിങ്ങളോട് നൽകുന്നൊരു സന്ദേശം എനിക്കും എന്നെപ്പോലെയുള്ള സന്യാസികൾക്കും വൈദികർക്കും മറ്റ് സിസ്റ്റേഴ്സിനും അതോടൊപ്പം തന്നെ ഞങ്ങളെയൊക്കെ നൽകുന്ന കുടുംബജീവിതക്കാരായ നിങ്ങൾക്കും ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും വലിയ ഒരു വചന പ്രഘോഷണമാണ് ഈ തിരുവചന എഴുത്ത്. എൻ്റെ അപ്പൻ ഈ ബൈബിള് എഴുതുന്നത് ഏകദേശം ഒരു 12 വർഷമായി ഞങ്ങൾ കാണുന്നത്. ഞങ്ങളിലും അപ്പൻ്റെ ഈ ബൈബിൾ എഴുത്തും അതിന് മുമ്പുള്ള ജീവിതവും ഞങ്ങളെല്ലാവരിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. കാരണം ഞങ്ങൾ മിക്കവാറും എല്ലാ ദിവസവും പള്ളികളിൽ പോയി കുർബാന കാണാനും ഞങ്ങൾ മക്കളെല്ലാവരും അതിനുശേഷം പിന്നെ ഏകദേശം അപ്പൻ്റെ ബൈബിള് എഴുതി ഞങ്ങൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ എൻ്റെ വൈഫ് എഴുതും, എൻ്റെ മൂത്ത ചേട്ടൻ എഴുതാറുണ്ട്, ഇപ്പം പെങ്ങൾ എഴുതുന്നുണ്ട്. അപ്പം അങ്ങനെ ആ രീതിയിൽ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അപ്പനിൽ കാണുന്ന ഏറ്റവും വലിയൊരു ഇത് ദൈവത്തിൻ്റെ ഒരു സ്വാധീനമാണ് അപ്പനിൽ. അവന് ദൈവത്തിൻ്റെ അനുഗ്രഹം ശരിക്കും കിട്ടുന്നുണ്ട്. കാരണം അപ്പൻ ഏതാണ്ട് 1996 ഈ ജൂൺ മാസത്തിലാണെന്ന് തോന്നുന്നു വലിയൊരു അസുഖത്തിന് പിടിപെട്ടു. കാരണം എലിപ്പനി അന്ന് വളരെ റെയറായിട്ടുണ്ടാകുന്ന ഒരു അസുഖമാണ് അത്. ആ സമയത്ത് ക്രിട്ടിക്കൽ സ്റ്റേജ് ആയിരുന്നു, മദർ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 24 hours ഒബ്സർവ് ചെയ്യും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യണം, അത് കഴിഞ്ഞാലും പ്രശ്നമാണ് എന്ന് പറഞ്ഞ് എല്ലാ ഭാഗങ്ങളേക്കും ശരീരത്തിൽ ബാധിച്ചു കഴിഞ്ഞു. പക്ഷേ ആൾ രക്ഷപ്പെട്ടു, തിരിച്ചു പോന്നു. അപ്പോൾ ആൾ പറഞ്ഞൊരു വാക്ക് ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്, ഇനി ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ ഇനി ദൈവത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുക എന്ന് പറഞ്ഞു. അത് ഏകദേശം ശരിയായിരുന്നു. കാരണം ആൾ പള്ളിയുടെ ആ അസുഖം ഉണ്ടാവുന്ന സമയത്ത് കൈക്കാരനായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ടും ഒരു വർഷം ഈ ഇത്രയും വലിയ അസുഖം ഉണ്ടായിട്ടും ആ കൈക്കാരനായിട്ട് തുടർന്നു പള്ളി പണിയിൽ. ആൾ ആ സമയത്ത് ഈ പൊയ്യ സെന്റ് ഫ്രഞ്ച് ചർച്ചിൻ്റെ പണിയിൽ ആൾ വലിയൊരു മുൻപന്തിയിലുണ്ടായിരുന്ന ഒരാളായിരുന്നു. അതിന് പുറമെ ആൾക്ക് ഏറ്റവും ഇഷ്ടം പള്ളിയിൽ പോവുക എന്നുള്ളൊരു കാര്യമാണ്. ആ കാലത്ത് എഴുന്നേറ്റ് അത് ആ പള്ളിയിൽ പോയില്ലെങ്കിൽ ആൾക്ക് ശരിക്കും പറയുകയാണെങ്കിൽ അന്നത്തെ ദിവസം ആളുടെ പോയി എന്നാണ് ആളുടെയും വിചാരം, ഞങ്ങളുടെയും വിചാരം. കാരണം വെളുപ്പിന് ഒരു 4:30 ആകുമ്പോൾ എഴുന്നേറ്റ് കൃത്യം ഒരു 5 മണിയാകുമ്പോൾ ഇവിടെ ആൾ ഇരിക്കും. അപ്പോൾ അമ്മയുണ്ടാവും, അപ്പനും ഉണ്ടാവും. മിക്കവാറും അവരെ പ്രഭാത പ്രാർത്ഥന തുടങ്ങും, കൊന്തെത്തിക്കും. ഇത് കഴിഞ്ഞിട്ടാണ് ഒരു 6 മണി 6:15 ആകുമ്പോഴേക്കും പള്ളിയിലേക്ക് പോകും, തിരിച്ചു വരും. അത് കഴിഞ്ഞാൽ അമ്മേനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടയർമെൻറ്റിന് ശേഷം വേറെ എങ്ങും ആൾ പോയിട്ടില്ല. ആൾക്ക് പല ഓഫറുകൾ വന്നെങ്കിലും അതൊന്നും ആൾ കൊണ്ടില്ല. അപ്പോൾ ആൾ വീട്ടിൽ തന്നെ ഇരുന്ന അമ്മയെ പല രീതിയിലും സഹായിച്ചിട്ടുണ്ട്. ഇപ്പം അമ്മ കഴിഞ്ഞ കൊല്ലം ഞങ്ങളിൽ നിന്ന് വേർപെട്ടു പോയി. അപ്പം അമ്മ ഇപ്പം ഈ ബൈബിൾ എഴുതുന്ന സമയത്തും വിളിക്കും എന്തെങ്കിലും കാര്യത്തിന്. ഇപ്പോൾ വീട്ടിലെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ആൾ എഴുന്നേറ്റ് പോയിട്ട് തിരിച്ചു വന്ന് അതേമാതിരി തന്നെ ആൾക്ക് തുടരാൻ പറ്റും. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. കാരണം നമുക്കൊക്കെ ഒരു എഴുതണോടത്തുനിന്ന് പോയിട്ട് പിന്നെ രണ്ടാമത് ആ എഴുതാൻ വരുന്ന ഒരു സമയം നമുക്ക് പറ്റില്ല. ആ ആൾ കറക്റ്റ് ആ സ്പോട്ടിൽ തന്നെ ഒരു സെക്കൻഡ് വ്യത്യാസത്തിൽ ആൾ എഴുതി തുടങ്ങും. അങ്ങനെ ഒരു ദിവസത്തിൽ ചിലപ്പോൾ 10-25 പ്രാവശ്യമെങ്കിലും അങ്ങനെ പോകുന്നത് കണ്ടിട്ടുണ്ട് ആൾ. അപ്പോൾ ഞാനത് ശരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ആളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ പ്രോസ്റ്റേറ്റിൻ്റെ കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ അതൊരു 6-7 കൊല്ലം മുമ്പ് തന്നെ ഓപ്പറേഷനും കാര്യങ്ങളും കഴിഞ്ഞ് അപ്പോൾ യൂറിനറി കത്തീറ്റർ ഉപയോഗിച്ചിട്ട് വേണം ഇനി ആൾക്ക് യൂറിൻ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെ സെൽഫായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഇത്രയും പ്രായമുള്ള ഒരാൾക്ക് പറ്റില്ലല്ലോ എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആൾ ഇപ്പോൾ ഒരു 7 വർഷമായിട്ട് സ്വയം ചെയ്ത് അത് മുന്നോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. അത് ദൈവത്തിൻ്റെ ഒരു വലിയൊരു അനുഗ്രഹമാണത്. അതിനും പുറമെ ഒരു 10-18 ഗുളിക ഒരു ദിവസം ആൾ കഴിക്കുന്നുണ്ട്. കാരണം ഒരു 30 വർഷമായിട്ട് കിഡ്നി ഒരെണ്ണം കൊള്ളു. കാരണം മറ്റേ കിഡ്നി എലിപ്പനിയോടുകൂടി അത് പോയി. പിന്നെ അതിന് ശേഷം ഹാർട്ടിന് കംപ്ലൈൻ്റ് ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, പ്രഷറുണ്ട്, ഷുഗറുണ്ട്, പിന്നെ കാലിൻ്റെ മുട്ടിന് വേർച്ചന, തണ്ടിൽ, പിന്നെ കണ്ണ്, ചെവി എല്ലാം പ്രോബ്ലങ്ങളുണ്ട്. പക്ഷേ ആളുടെ കാര്യങ്ങളെല്ലാം ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അതിന് യാതൊരു ഇതുമില്ല. ഏകദേശം ഒരു ദിവസം 10 മണിക്കൂറോളം ആളിരുന്ന് എഴുതും. ഒരു 9 മണിക്ക് ആൾ അവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 6 മണി 7 മണി 7:30 അതിൻ്റെ ഇടയ്ക്ക് കുളി ഉണ്ടാവും, ഭക്ഷണം ഉണ്ടാവും, എന്തെങ്കിലും കാര്യങ്ങൾ, അത് മാത്രമേ ഉള്ളൂ. അത് ഒരു വർഷങ്ങളായിട്ട് ആളുടെ പരിപാടി ഇതാണ്. അപ്പോൾ ആൾക്ക് അത്രയും ഇൻട്രസ്റ്റാണ്. പിന്നെ ഇതിലെ ഏറ്റവും
എനിക്ക് ഞാൻ ആളിൽ ശ്രദ്ധിക്കുന്നത് കുർബാനയ്ക്ക് പോവുക മാത്രമല്ല, കുമ്പസാരം ആള് അത് എങ്ങനെയായാലും ഇവിടെ മാസത്തിൽ 2 പ്രാവശ്യം അല്ലെങ്കിൽ 1 പ്രാവശ്യം കിട്ടുകയാണെങ്കിൽ അവിടെ പോയി കുമ്പസാരിച്ച് വന്ന് ദിവസവും കുർബാനയ്ക്ക് പങ്കെടുക്കുക, കുർബാനയ്ക്കുള്ള അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആൾ മുറകൂടാതെ ചെയ്യും. വീട് വെഞ്ചിരിപ്പ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ വറീദേട്ടൻ്റെ അടുത്ത്, വർഗീസേട്ടനല്ല ഞങ്ങൾ വിളിക്കുക, വറീദേട്ടനെ വിളിക്കുക. വറീദേട്ടനെ കാണാനായിട്ട് വീട് വെഞ്ചിരിപ്പിന് ചെന്നപ്പോൾ എന്നെ ആദ്യമായിട്ട് വറീദേട്ടൻ കാണിച്ചത് അദ്ദേഹം എഴുതിയ ബൈബിളുകളാണ്. അപ്പം ഞാൻ വളരെ അത്ഭുതപ്പെട്ടു പോയി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ആൾ എന്നെ കാണിച്ചു തരുന്നു, ഇതാ അടുത്ത ബൈബിള് ഇംഗ്ലീഷിലാണ് അച്ഛൻ എഴുതണേന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഇത്രയും പ്രായത്തിലും വചനം ജീവിക്കുന്നൊരു മനുഷ്യൻ. നിങ്ങളെല്ലാവരും അത്ഭുതപ്പെട്ടു പോകും. 92 വയസ്സുണ്ട് ആൾക്ക്. ഈ 92 വയസ്സിലും ആൾ രാവിലെ കുർബാനയ്ക്ക് നടന്നാ വരിക. 92ാമത്തെ വയസ്സിലും സ്വന്തം മക്കൾക്കൊരു മാതൃകയായിട്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്കൊക്കെ ഈ ഇടവകയ്ക്ക് അല്ലെങ്കിൽ ഈ സമൂഹത്തിന് മുഴുവനൊരു മാതൃകയായിട്ട് വചനം ജീവിക്കുന്ന ഒരു മനുഷ്യനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപാട് വചനത്തെ സ്നേഹിച്ച് അത് എഴുതി തൻ്റെ കൈവിരലുകൾ, അത് തൻ്റെ മനസ്സ്, തൻ്റെ ജീവിതത്തിൻ്റെ ശൈലിയാക്കി മാറ്റിയ ഒരു മനുഷ്യനെന്നാണ് എനിക്ക് പറയാനായിട്ട് പറ്റുക. വളരെയധികം മക്കളെ തൻ്റെ എല്ലാ തരത്തിലും അറിവ് കൊടുത്ത്, ശകാരങ്ങൾ കൊടുത്ത്, അല്ലെങ്കിൽ ലാളനകൾ കൊടുത്ത്, എല്ലാ തരത്തിലും മക്കളെ ഓരോരോ തലങ്ങളിൽ എത്തിച്ച് തൻ്റെ ജീവിതസഖി വേർപെട്ട് പോയതിനു ശേഷവും വചനത്തിൽ കൂടുതൽ അദ്ദേഹം തൻ്റെ എല്ലാം കണ്ടെത്തിയൊരു മനുഷ്യനാണ്. അപ്പോൾ ഈ ഒരു ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടാകുമ്പോഴും വചനത്തെ കൂടുതൽ സ്നേഹിക്കുന്നത് എങ്ങനെയാണ്, പ്രായമായ വചനം എങ്ങനെ വായിക്കാൻ പറ്റും, കേൾക്കാൻ പറ്റുമോ, ഒരുപാട് ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അല്ലെങ്കിൽ പല ഉത്തരങ്ങളും വചനത്തിലൂടെ കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ വലിയൊരു മാതൃകയാണ് ഞങ്ങളുടെ വറീദേട്ടൻ്റെ ആ ഒരു ജീവിത ശൈലി തന്നെ നമുക്ക് വലിയൊരു ദൈവത്തിലേക്ക് ഉറ്റുനോക്കാൻ, വചനത്തെ സ്നേഹിക്കാൻ വളരെ വലിയൊരു മാതൃകയാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഞാനും വറീദേട്ടനെ ഒരുപാട് അത്ഭുതത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. വറീദേട്ടന് ഇങ്ങനെയൊക്കെ പറ്റുന്നുണ്ടല്ലോ. ഞങ്ങൾ സെമിനാരി തൊട്ട് ഇങ്ങനെ വായിച്ചു വെച്ച് ഞങ്ങളൊക്കെ ബൈബിളുകൾ വായിക്കുന്നുണ്ട്. ഇപ്പം ഞാനായാലും എൻ്റെ ഓഡിയോ ബൈബിളാണ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വായിക്കുന്നതിന് കൂടുതൽ. പക്ഷേ ഞാൻ വിചാരിക്കുകയാണ് എന്തുമാത്രം ചെവിക്ക് ഇച്ചിരി കേൾവി കുറവൊക്കെ ഉണ്ട് വർഗീദേട്ടന്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും അതൊക്കെ ഊരിയൊക്കെ വെച്ചിട്ട് ആൾ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും ബൈബിൾ എഴുത്ത്. അപ്പം എന്നോട് ഞാൻ കുർബാന ചെല്ലുമ്പോൾ ഇടയ്ക്ക് ആൾ പറയും, കുർബാന കഴിയുമ്പോൾ അച്ഛാ ഭയങ്കര ഉറക്കം പറഞ്ഞാൽ എനിക്ക് കേൾക്കാൻ പറ്റാണ്ട് വരാറുണ്ട്. അപ്പോൾ ഞാൻ പറയും അത് ഒന്ന് ക്ഷമിക്കട്ടോ, എൻ്റെ സൗണ്ടൊക്കെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. എന്നിരുന്നാൽ തന്നെയും വറീദേട്ടനോട് സംസാരിച്ച് കഴിയുമ്പോൾ നമുക്കറിയാം വചനം അത് ജീവിക്കണ മനുഷ്യനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വറീദേട്ടൻ നമുക്കെല്ലാവർക്കും ഒരു മാതൃകയാണ്. നമുക്കും വചനത്തെ കൂടുതൽ സ്നേഹിക്കാനും അറിയാനും പകർത്തി എഴുതാൻ ഇപ്പോൾ ഒരുപാട് പരിശ്രമങ്ങൾ തിരുസഭയുടെ ഭാഗത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു വലിയ മാതൃകയാണ് 92 വയസ്സായ ഞങ്ങളുടെ വറീദേട്ടൻ. അപ്പോൾ ഈ വറീദേട്ടനിലൂടെ കിട്ടുന്ന ഈ ജീവിത അനുഭവങ്ങൾ, വചന അനുഭവങ്ങൾ നമുക്ക് സ്വന്തമാക്കാനായിട്ട് പരിശ്രമിക്കാം. ദൈവം നിങ്ങളതിനായിട്ട് സഹായിക്കട്ടെ. ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുക. പൊയ്യ ഇടവക വികാരിയും ഇടവകാംഗങ്ങളും ബഹുമാനവും സ്നേഹപുരസരവും വിളിക്കുന്ന വറീദേട്ടൻ എന്ന വർഗീസ് പഞ്ഞിക്കാരൻ 5 മലയാളം സമ്പൂർണ്ണ ബൈബിൾ കൈയെഴുത്തെഴുതി, കൂടാതെ ഇംഗ്ലീഷ് ബൈബിൾ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സുവിശേഷ വേല ലോകം മുഴുവൻ അറിയട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം തന്നെ ഇനിയും ദൈവമക്കൾ ദൈവവേലയിലേക്ക് വരുമെന്ന പ്രത്യാശയോടെ